السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسول الله سيدنا محمد خير خلقه وعلى آله وصحبه وسلم. ബഹുമാന്യനായ അധ്യക്ഷൻ, സെക്രട്ടറി മുഖ്യ പ്രഭാഷണം നടത്തുകയും ഹുദിയിൽ നഹ കുടുംബ സമിതിയുടെ അധ്യക്ഷനുമായിട്ടുള്ള പ്രസിഡന്റുമായിട്ടുള്ള മജീദ് നഹ, ഞങ്ങളൊക്കെ കുഞ്ഞിപ്പുകാക്ക എന്ന് ഓമന പേരിൽ വിളിച്ച് ഒന്നിച്ച് കളിച്ച് നടന്നിരുന്ന ആളാണ്. ചാരിറ്റി സംരംഭമായ ആശയത്തെപ്പറ്റി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന സിദ്ദീഖ് നഹ നമ്മളെ ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്ന 12 കുടുംബാംഗങ്ങളെ, വനിതാ വിങ് സെക്രട്ടറി ഡോക്ടർ സെറീന, അതിൻ്റെ പ്രസിഡന്റ് മുട്ടിത്താത്ത, ഇവിടെ പ്രൊഫഷണൽ കോഴ്സിന് മികവ് തെളിയിച്ചിട്ടുള്ള നല്ലവരായ നമ്മളെ മക്കളെ, പുതിയ കമ്മിറ്റിയെ പ്രഖ്യാപിക്കാനായിട്ട് കുട്ടിയാവുകാക്ക അവിടെ നിൽക്കുന്നുണ്ട്. പുതിയ കമ്മിറ്റിക്ക് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള നമ്മളുടെ സഹപ്രവർത്തകരെ, നന്ദി പ്രകാശനം നടത്താനായിട്ട് എത്തിയിട്ടുള്ള TP കുഞ്ഞിക്കോയ സാഹിബ് അവർകളെ, അതേപോലെ തന്നെ വേദിയിലിരിക്കുന്ന നമ്മുടെ കാരണവരായിട്ടുള്ള കുഞ്ഞാലിക്കാക്ക, മുൻ പ്രസിഡന്റ് കളത്തിൽ ബാപ്പുട്ടി, മുൻ വനിതാ പ്രസിഡന്റ് കുഞ്ഞാമിത്താത്ത വേദിയിലില്ലെങ്കിലും ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതേപോലെ ട്രഷറർ ജംഷീദ വേദിയിലില്ലെങ്കിലും ഞാൻ ഓർക്കുകയാണ്. വേദിയിൽ കൂടുതൽ ആൾക്കാരുണ്ട്. ലത്തീഫ് നഹ, മമ്മൂട്ടി നഹ, അബു, മുനീർ നഹ, സക്കറിയ, കെ, സുഹൈർ മൂപ്പൻ, ഞാനിവിടെ കണ്ട ഒരു പ്രത്യേകത, വനിതകൾ നമ്മളെ വേദി മൊത്തം കീഴടക്കിയിരിക്കുന്ന ഒരു വല്ലാത്ത ഒരു മാറ്റമാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്രയധികം വനിതകൾ മുഖത്തോട് മുഖം നമ്മൾ നോക്കി നിന്നിട്ട് സാഹൂതം നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാൻ വന്നിട്ടുള്ളത് വളരെ സന്തോഷകരമായ ഒരു സംഗതിയാണ്. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ കണ്ടമാനം സംസാരിക്കുന്നത് കുറച്ച് നേരത്തേക്ക് നിർത്തണം. നമ്മളെ മജീദിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഈ അവസരം ഉണ്ടാവില്ല അത് കേൾക്കാൻ. ദയവ് ചെയ്ത് നിങ്ങൾ സംസാരം നിർത്തി, സംസാരം 1 മണിക്കൂർ നേരത്തേക്ക് നീട്ടിവെച്ചിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വളരെ വിനീതമായിട്ടാണ് ഞാൻ അപേക്ഷിക്കുന്നത്. നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുട്ടികൾ ധാരാളമായിട്ട് കളിക്കുന്നുണ്ടാവും, അവർ കളിക്കട്ടെ, രസിക്കട്ടെ. പക്ഷേ അവരെ കൂട്ടത്തിൽ നമ്മൾ സംസാരിക്കാതെ കുറച്ച് നേരം നിൽക്കണം. ഇപ്പം സദസ്സ് വളരെ ശാന്തമാണ്, വളരെ സന്തോഷമുണ്ട്. എൻ്റെ നന്ദി അറിയിക്കുന്നു. നമ്മൾ ഒരു 5 മിനിറ്റ് സമയമാണ് എനിക്ക് സംസാരിക്കാനായിട്ട് തന്നിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിക്കാൻ മജീദനുണ്ട്, പ്രഗത്ഭനാണ്, വാഗ്മിയാണ്, നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രാസംഗികനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സമയം ഞാൻ തട്ടിയെടുത്തിട്ട് കളയുന്നില്ല. എന്നാലും 2 വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. 2 വാക്ക്. നമ്മൾ പുതിയിൽ തറവാട് എന്ന ഒരു തറവാടുണ്ടല്ലോ, പുതിയിൽ തറവാട്. വാസ്തവത്തിൽ എന്താണ് ഈ തറവാട്? തറവാട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വീട്. ആ തറവാടിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തറവാട് വീട് പൊളിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തറവാടില്ലല്ലോ. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവര് വലിയൊരു തറവാടാണ്, അത് പൊളിഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? പുതിയ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയൊരു തറവാടാണ്. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് തറവാട്? എന്താണ് അതിൻ്റെ മഹാത്മ്യം? നമ്മളിങ്ങനെ കൂടിയത് കൊണ്ട് നമ്മളെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഏതാനും വാക്കുകൾ നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ എല്ലാ കുടുംബത്തിനും ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം വളരെ പ്രധാനമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുണ്ട്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം എടുത്തു നോക്കൂ. 27 നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. 27 തലമുറയുടെ പാരമ്പര്യം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ പഠിച്ചിട്ടില്ല, ഇപ്പോഴത്തെ പുതിയ കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി ആണ് വലിയ മുതുമുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ ശേഷം 10-24 തലമുറ കഴിഞ്ഞിട്ടാണ്
ഇബ്നു ഹാഷിം കുടുംബത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അതിന്റെ ശേഷം അബ്ദുൽ മുത്തലിബ്, അതിന്റെ ശേഷം ആരാണ് അറിയാമോ? അബ്ദുള്ളന്റെ മകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത്രയും ദീർഘമായ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ആൾക്കാരെ പാരമ്പര്യം വിളിച്ചു വന്നതിന് ഒരു കാരണം ഉണ്ടാവും. പല കുടുംബങ്ങളിലും അങ്ങനെ കാണാം. അപ്പൊ യൂറോപ്പിലൊക്കെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവരെ രാജാവായിട്ട് അവരോധിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു നേതാവായിട്ട് അവരോധിക്കുന്ന സമയത്ത് നോക്കും ഇയാളെ പാരമ്പര്യം എന്താണ്, അച്ഛനാരായിരുന്നു, അതിൻ്റെ മേലുള്ള അച്ഛനായിരുന്നു, അയാൾ അതിൻ്റെ മേലുള്ള ഒരു കൂലിപ്പണിക്കാരനോ അല്ലെങ്കിൽ മീൻകാരനോ ആണെങ്കിൽ അയാൾക്ക് സ്ഥാനം കിട്ടൂല. അത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിലും അവർക്കൊക്കെ വലിയ അഭിമാനമാണ്. എൻ്റെ വല്യപ്പൻ്റെ ആളായിരുന്നു, ഒരു വലിയ സിംഹത്തിനെ അടിച്ചു വന്ന ആളാണ് അദ്ദേഹം, വലിയ ആൾക്കാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച ആളാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മബോധവും ആത്മവിശ്വാസവും ഉണ്ടല്ലോ, ഒരു ധൈര്യം. അതാണ് അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തി നൽകുന്ന പ്രധാന ഘടകം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പാണക്കാട് കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യം പറയുന്നുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ആ പാരമ്പര്യമാണ് വാസ്തവത്തിൽ നമുക്ക് ഊർജം നൽകുന്ന പ്രധാന ഘടകം. അത് ഇസ്ലാമിലാണെങ്കിലും മറ്റ് മതങ്ങളിലാണെങ്കിലും മറ്റു സമൂഹത്തിലാണെങ്കിലും ഒരു പ്രധാന സ്ഥാനത്തിരിക്കണമെങ്കിൽ അതിനൊരു തറവാട് വേണം. അതിനാണ് തറവാട് എന്ന് പറയുന്നത്. അതേസമയം ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ നമ്മളെ കുടുംബത്തെ സംബന്ധിച്ചോളം നല്ല തറവാടുണ്ട്, നല്ല പാരമ്പര്യമുണ്ട്. നമ്മൾ തലമുറകളിലൂടെ പിന്നോട്ട് പോകുകയാണെങ്കിൽ മഹാന്മാരായ ആൾക്കാർ ഒരുപാട് ഉണ്ടായിട്ടുള്ള തലമുറകളുണ്ടായിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ്. ഇത് ശാസ്ത്രീയമായിട്ടും ഒരു സത്യമാണ്. നിങ്ങൾ നോക്കൂ, ഒരു ആണും ഒരു പെണ്ണും കൂടി കല്യാണം കഴിച്ചു. ആണും ഒരു പെണ്ണും കൂടി കല്യാണം കഴിച്ചാൽ അതിലൊരു കുട്ടി ഉണ്ടാവുന്നു. ഈ കുട്ടിക്ക് ജനിതക ശാസ്ത്രജ്ഞന്മാരുടെ കണക്ക് പ്രകാരം ഒരു ക്രോമസോം ആണിൻ്റെതും ഒരു ക്രോമസോം പെണ്ണിൻ്റെതും, അതായത് ഒരു ജനറ്റിക് ഫാക്ടർ ആണിൻ്റെതും ഒരു ജനറ്റിക് ഫാക്ടർ പെണ്ണിൻ്റെതും ആ കുട്ടിയുടെ ശരീരത്തിൽ വരുന്നു. അതായത് അവരുടെ ട്രൈറ്റ്സ്, അവരുടെ സ്വഭാവവിശേഷങ്ങൾ ഈ കുട്ടിയിലേക്ക് വരും. രണ്ടാളെയും സ്വഭാവവിശേഷങ്ങൾ ഒരേമാതിരി വരും. അതുകൂടാതെ ഈ കുട്ടി സ്വയമായിട്ട് ആർജിക്കുന്ന ജനറ്റിക് കോഡുകളുണ്ട്, ക്രോമസോമുകൾ, അത് വേറെയും. അപ്പോൾ ഒരാളുടെ ഒരു കുട്ടിക്ക് ആ തള്ളൻ്റെ സ്വഭാവം ചിലപ്പോൾ കണ്ണിൻ്റെ കളറാവാം, അല്ലെങ്കിൽ സ്വഭാവം, അല്ലെങ്കിൽ രോഗമായിരിക്കാം, ഷുഗർ, കൊളസ്ട്രോള്, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ്. നമ്മുടെ കുടുംബത്തിന് ആർജിച്ചൊരു അസുഖമാണത് ഹാർട്ട് ഡിസീസ്, ഷുഗർ. ചില കുടുംബങ്ങൾക്ക് ആർജിച്ച ഒരു അസുഖമാണ്. ഇതൊക്കെ പഠിക്കാനുള്ളൊരു അവസരം കൂടിയാണ്. അതിന് ഒരു ഊർജം പകരാനുള്ള, അതിനുള്ള ഒരു പ്രതിരോധ ശക്തി രൂപപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ മക്കൾക്ക് നമുക്ക് കിട്ടുന്ന ആ ജനിതക സ്വഭാവം ഉണ്ടല്ലേ, ബാപ്പാൻ്റെതും ഉണ്ടാവും, ഉമ്മാൻ്റെ ഉണ്ടാവും, അവൻ്റെ സ്വന്തമായിട്ടുള്ള ഉണ്ടാവും. ഈ പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തം വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുട്ടി തലമുറകളായിട്ട് അവന് മകനായിട്ടുണ്ടാവുമ്പോൾ ഏകദേശം 23 മുതൽ 30 തലമുറ വരെ, ഏകദേശം 1500 വർഷം വരെ ഇവനിലുള്ള സ്വഭാവം പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ അത് മിക്സഡ് ആയിട്ട് അയാളുടെ എല്ലാ തലമുറയിലേക്കും വരുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ ഈ സ്വഭാവം എല്ലാ തലമുറകളിലേക്കും പോകുന്നു എന്നുള്ളത് ഒരു പോയിന്റ്. അതുകൂടാതെ അദ്ദേഹം ആർജിക്കുന്ന സ്വഭാവങ്ങളുണ്ടാവും. ബാപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും പല കഴിവുകളും ആർജിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിലേക്ക് പോകാനുള്ള ആ തൃഷ്ണ അവരിൽ നിന്നുണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ നേതൃത്വ സ്ഥാനത്തേക്ക് പോകാനുള്ള തൃഷ്ണ അവരിൽ ഉണ്ടായിട്ടുള്ളതായിരിക്കാം. അതോടൊപ്പം തന്നെ ഇയാൾ ആർജിക്കുന്ന പല വ്യക്തി സ്വഭാവങ്ങളും ഇയാളുടെ ഭാവി തലമുറയുടെ ജീനിലേക്ക് കയറിപ്പോകുന്നു. അവരെ തലച്ചോറുന്ന മെസ്സേജ് ജീനിലേക്ക് പോകുന്ന പുതിയ തലമുറ മക്കളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ പുതിയ കഴിവുകൾ ഉള്ളവരായിട്ടായി അവർ മാറുന്നു. അപ്പൊ മുൻ തലമുറയിലുള്ള ആൾക്കാരുടെ സ്വഭാവം ഭാവി തലമുറയുടെയും ആ തറവാടിൻ്റെയും മഹത്വം. അപ്പൊ തറവാട് എന്ന് പറയുന്നത് എന്താണ് തറവാട് എന്ന് പറയുന്നത്? അതിലുള്ള ഏറ്റവും മഹാന്മാരായ വ്യക്തികളെ, നല്ല വ്യക്തികളുടെ വ്യക്തിത്വത്തെയാണ് തറവാട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വീടോ മറ്റുമല്ല. അപ്പൊ ഇവിടെ പുതിയ കുടുംബ സംഗമം, അതില് ഒരാളെ കാര്യം ഞാൻ വാസ്തവത്തിൽ പറയാൻ വിട്ടുപോയി. അതാരാണെന്നറിയോ? നമ്മളെ ആദ്യ തലമുറയിൽ ഒരേ ഒരാളെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുള്ളൂ. അതാണ് പാത്തക്കുട്ടി ഹജ്ജുമ്മ, നമ്മളെ അമ്മായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അംസനഹാന്റെ മകള്. അവരാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആള്.
നമ്മളെല്ലാവരും അവരെ പറയാൻ വിട്ടുപോയി. നിങ്ങൾ പ്രത്യേകം അത് പറയണം, അവരുടെ പാരമ്പര്യത്തെ പറ്റി പറയണം. അവരോട് വന്നിട്ടുണ്ട്, അവർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. അടുത്ത കുടുംബ യോഗത്തിലും അവർ ഇതേപോലെ ആരോഗ്യവതിയായി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് 85 86 വയസ്സായി കാണുന്നുണ്ടാവും. നമ്മൾ ഏറ്റവും വലിയ കാരണവരാണ്, അവരോട് ആദരിപ്പിക്കപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഏതാനും മിനിറ്റുകൾക്കകം ഞാൻ ഈ സംഗതി അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്നുള്ളത്, നമ്മൾ ഒരു നല്ല തറവാടാകുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല ബന്ധങ്ങൾ പുലർത്തണം, നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ്. നല്ല മനുഷ്യനാകുക. എന്താണ് നല്ല മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ? എന്താണ് നല്ല മനുഷ്യനാകുക എന്നുള്ളത്? അതിലേറ്റവും പ്രധാനം നല്ല സ്നേഹം, പരസ്പര സ്നേഹം ഉണ്ടായിരിക്കണം, വിനയം ഉണ്ടായിരിക്കണം, ഓണസ്റ്റി ഉണ്ടായിരിക്കണം. അതായത് ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരിക്കണം, സത്യസന്ധത ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ആൾക്കാരാവുമ്പോൾ ബഹുജനങ്ങൾക്കും സമൂഹത്തിനും ഇവരെ ആശ്രയിക്കാൻ കൊള്ളാവുന്നവരാണ്. ഇവര് കാര്യപ്പെട്ടവരായി നമുക്ക് എടുക്കാം. ഒരു സ്ഥാനത്ത് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ആ ഒരു ബോധം പൊതുജനങ്ങൾക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ സൽസ്വഭാവങ്ങളുള്ള നല്ല മനുഷ്യനാകണം എന്ന്. നിങ്ങളൊരു കാര്യം ഓർക്കുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ വല്യമ്മ, 2 വല്യമാരുണ്ടായിരുന്നു നമുക്ക്. അതിൽ ഒരു വല്യമ്മാനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആദ്യത്തെ വല്യമ്മാന കുഞ്ഞിപ്പൂവാക്കാൻ്റെ ഒക്കെ വല്യമ്മാന ഞാൻ കണ്ടിട്ടില്ല. കുഞ്ഞിപ്പൂവാക്ക കണ്ടിട്ടുണ്ടാവും, ഇല്ലല്ലേ? നമ്മളെ വല്യപ്പാനെ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവരുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരാളെ സ്വഭാവം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പുതിയിലെ ഉമ്മായുമ്മ എന്ന് പറഞ്ഞ നമ്മളെ വല്യമ്മ. ഇപ്പൊ നമ്മൾ ഈ കൂടിയിരിക്കുന്നത് ആ വല്യമ്മയുടെയും അതിന്റെ പരമ്പരയായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ആ വല്യമ്മയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ആ വല്യമ്മാനെ പരിചരിച്ചും അവരുമായി തമാശ പറഞ്ഞൊക്കെ ജീവിതം ജീവിച്ചിട്ടുള്ള, കാലം കഴിച്ചിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും. ഞാനൊരു കാര്യം പറയാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു നല്ല മനുഷ്യൻ എന്നുള്ള ഡെഫിനിഷൻ ആ വല്യമ്മക്ക് അവരെ സ്നേഹം, അവരെ വിനയം, അവരെ സമൂഹത്തിനോടും മക്കളോടുള്ള കാരുണ്യം, എമ്പതി അവർക്ക് അത്ര അധികം ഉണ്ടായിരുന്നു. അവർക്ക് കുട്ടികളായ നമ്മളോട് പോലും അങ്ങേയറ്റം ബഹുമാനമായിരുന്നു. അവരെ ഉത്തരവാദിത്വ ബോധം, അവരെ സത്യസന്ധത, അവരെ നമുക്ക് എല്ലാവർക്കും ആശ്രയിക്കാമായിരുന്നു. പാവപ്പെട്ടവർക്കൊക്കെ അവരെ ആശ്രയിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് നമ്മളെ വല്യമ്മക്ക് ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. അതാണ് നമ്മളെ വല്യമ്മ. അവരുടെ മുൻകാലങ്ങളിലുള്ളവർക്കൊക്കെ അങ്ങനെ വലിയ വ്യക്തിത്വത്തിന്റെ ഉടമകളായിരുന്നു. ആ വ്യക്തിത്വത്തിൽ നിന്ന് ആർജിച്ച ഊർജമാണ് വാസ്തവത്തിൽ നമ്മളിലേക്ക് ആവാഹിക്കപ്പെടുകയും അത് വെച്ചിട്ടാണ് ഇപ്പം നാട്ടിൽ പ്രമാണിത്തുള്ള ഒരു കുടുംബമായി നമ്മൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. അത് നമ്മൾ അവകാശപ്പെടാതെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുടുംബത്തിലാണ് നമ്മൾ ജനിച്ചിരുന്നെങ്കിൽ ഈ ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടൂല. ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് നമുക്ക് നമ്മളെ മുൻ തലമുറക്ക് കൊടുക്കാനുള്ളത്? നമ്മളെ വല്യപ്പാക്കും വല്യന്മാർക്കും ഒക്കെ നമുക്ക് എന്താണ് കൊടുക്കാനുള്ളത്? ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു അയൽവാസി ഉണ്ട്. ഈ അയൽവാസി നമുക്കൊരു ദിവസം ഒരു പാത്രത്തില് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടായി നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടു തന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ സന്തോഷത്തോടുകൂടി ഇത് കഴിച്ചു. വേറൊരു ദിവസം ഒരു നേന്ത്രക്കൊലേൻ്റെ ഒരു പടലെടുത്തിട്ട് നമുക്ക് കൊടുന്നു, അതും നമ്മൾ കഴിച്ചു. പിന്നെ വേറൊരു ദിവസം നമ്മൾ ആ ഒരു വീട്ടിൽ അതിഥി വന്നപ്പോൾ കുറച്ച് പലഹാരങ്ങളൊക്കെ കൊടുന്നു, അതും നമ്മൾ കൊടുന്നു, അതും നമ്മൾ കഴിച്ചു. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ പറയാ, എന്താ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ അവരൊന്നും തരുന്നില്ല, എന്ത് മനുഷ്യന്മാരവര്. മുമ്പൊക്കെ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ തന്നിരുന്നു. അങ്ങനെയാണോ നമ്മൾ പ്രതികരിക്കുക? ഒരിക്കലുമല്ല. കാരണം നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് മനുഷ്യന് വളരെ വളരെ പ്രധാനമാണ്. ആ നന്ദി പ്രകടിപ്പിക്കാനായിട്ടുള്ള സ്വഭാവം നല്ല മനുഷ്യരാണെങ്കിൽ നമ്മൾ കാണിക്കും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഡോസ് സാധനങ്ങൾ അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കും. ചക്കാത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. നമ്മൾ അങ്ങനത്തെ ആൾക്കാരല്ലല്ലോ. നമ്മളൊരു സാധാരണക്കാരനാണെങ്കിൽ പറയും, ഒരു ചക്ക പഴുത്തക്കണമെങ്കിൽ അവരോട് പോയിട്ട് ആ ചക്ക ഇട്ട് കൊണ്ടുപോകാൻ പറയും അല്ലേ? നമ്മൾ ഇത്ര അധികം ഭംഗിയായിട്ട് നമ്മളെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് തിരിച്ച് അവർ ചക്ക ചാണ്ട് കൊണ്ടേക്കോളം എന്ന് പറയും. അതും നമ്മളെ സ്വഭാവമല്ല. നമ്മളെ സ്വഭാവം എമ്പതിയുള്ള, പരസ്പര ബഹുമാനവും സാമൂഹ്യ ബോധവുമുള്ള ഒരു കുടുംബമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു ചക്ക എടുത്തിട്ട് ഒരു കഷ്ണം നമ്മൾ തിന്നും. മറ്റേത് ശരിക്കും അത് വെട്ടി പൊളിച്ച് അതിൻ്റെ ചോളമൊക്കെ എടുത്തിട്ട് കുരുവൊക്കെ കളഞ്ഞ് അവരെങ്ങനെ തന്നു അതിനേക്കാണ് ഒരു 10% 50% കൂടുതൽ മികവോടുകൂടി തിരിച്ചു കൊടുക്കുന്നതല്ലേ മാന്യത? തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ
പ്രതികരിക്കേണ്ടത്. അതായത് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്നതിന് ഇംഗ്ലീഷിൽ പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഒന്നാണ്. അതാണ് ഒരു തറവാടുള്ള ഒരു കുടുംബത്തിന് തീർച്ചയായിട്ടും യുക്തിബോധമുള്ള ഒരു സമൂഹത്തിലുള്ള ജീവിക്കുന്ന ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. നിങ്ങളൊന്നും കൂടി ഒരു പോയിന്റിലേക്ക് ഞാൻ വരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ നോക്കൂ, ഒരുപാട് നേട്ടങ്ങൾ നമ്മളെ മുൻകാല തലമുറ നമുക്ക് തന്നിട്ടുണ്ട്. അവർക്ക് നമ്മൾ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക? എല്ലാവരും മരിച്ചുപോയില്ലേ? അതിന് ഒരു വഴി എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലെല്ലാവരും കൂട്ടണു, നെയ്യപ്പം ചുടണു, എന്നിട്ട് മൗലിയാർ വിളിക്കണു, നെയ്യപ്പം നമ്മളും തിന്നും, ദോയ അവർക്കും കൊടുക്കും. അതും ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. പക്ഷെ അവരിപ്പോ മരിച്ച കബറിന്ന് നീച്ചു എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ നെയ്യപ്പം തിന്നണം നോക്കിക്കും. പക്ഷെ അവരതാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടുമല്ല. അവർ തോരുന്നത് നമ്മളുടെ ഭാവിയിൽ നമ്മൾ നന്നാവണം, നമ്മൾ ഉയർന്ന സ്ഥാനങ്ങളിലെത്തണം, വിദ്യാഭ്യാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണം, ദീനിൽ അഭിവൃദ്ധി പ്രാപിക്കണം, സമൂഹത്തിൽ എല്ലാവരോടും ഇടപഴകി ജീവിക്കണം. അതേപോലെ തന്നെ ഏറ്റവും നല്ല സ്നേഹബന്ധം പരസ്പരം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള അതിയായ ആഗ്രഹമുള്ള ആൾക്കാരാണ് അവര്. ആ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ നേട്ടങ്ങളൊക്കെ അവർ തന്നു, ഫ്രീ ആയിട്ട് തന്നു. അത് മുഴുവൻ നമ്മൾ ആസ്വദിച്ചു. അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്, അതിൻ്റെ എന്താ പറയുക, നന്ദി പ്രകടനം നടത്താൻ നമ്മൾ ഇതുപോലുള്ള യോഗങ്ങൾ കൂടുകയും അതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മളെ കുടുംബസമിതിയുടെ പ്രസിഡന്റ്, അതേപോലെ തന്നെ കുടുംബസമിതിയുടെ സെക്രട്ടറി ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവരുടെ കുറേ പ്രവർത്തനങ്ങളിലൂടെ വായിച്ച് മുഴുവൻ എനിക്ക് മനസ്സിലായില്ല, ഓർക്കാൻ കഴിഞ്ഞില്ല. അവരെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഞാൻ എൻ്റെ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു തുടങ്ങി തോന്നുന്നുണ്ട്. എന്തായാലും നമ്മളെ കഴിഞ്ഞ കാലത്ത് പ്രവർത്തനത്തിൽ ഒരു 7 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു ഞാനിവിടുത്തെ ഇതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഒരു 6-7 വർഷം സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് ഇവരൊക്കെ യൂത്ത് വിങ്ങിൻ്റെ ആൾക്കാരായിരുന്നു. അൻവർ, അതേമാതിരി തന്നെ താഷിബ്, പിന്നെ കെ നാഹൻ്റെ മകന് സാജിത്ത്, ഇങ്ങനെ കുറേ ആൾക്കാർ അന്ന് യൂത്ത് വിങ്ങിനാണ്. സിദ്ദീഖ്, ഇങ്ങനെയൊക്കെ ഇവരുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയത് ആ സമയത്ത് പോലും ഇപ്പോൾ ചെട്ടിപ്പടി ഒരു ഹോസ്പിറ്റലിൽ ഒരു വാട്ടർ പ്യൂരിഫയർ വെച്ചിരുന്നു. അതേമാതിരി വേറൊരു ഹോസ്പിറ്റലിൽ കസേര എന്തോ അന്ന് അവരുടെ പ്രവർത്തനത്താൽ കൊടുത്തു. അതേപോലെ തന്നെ കടലുണ്ടിയിൽ ഒരു ഹോസ്പിറ്റലിന് കസേര കൊടുത്തിരുന്നു. പുളിക്കൽ പാലിയേറ്റീവിൽ അതേപോലെ വേറെന്തോ ആ കാലഘട്ടത്തിൽ കൊടുത്തായി ഞാൻ ഓർക്കുന്നു. പിന്നെ ചെട്ടിപ്പടി പള്ളിയിൽ മയ്യത്ത് കട്ടിൽ കൊടുത്തായിട്ട് ഇരിക്കുന്നു. ഇതൊക്കെ ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ അടങ്ങിയിരിക്കുന്ന യൂത്ത് വിങ് ആണ് അത് ചെയ്തിരുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു സംഗതിയാണ്. ഞങ്ങൾ മെയിൻ കമ്മിറ്റി അല്ല ചെയ്തിരുന്നത്. ഇന്ന് അവർ മെയിൻ കമ്മിറ്റിയുടെ ആൾക്കാരായിട്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനം വളരെ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മളെ മഹാന്മാരായിട്ടുള്ള നമ്മളെ പൂർവികര് അതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് വളരെ വിനീതമായി എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളോട് പറയാനുള്ളത്, പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയിൽ കുട്ടിയാവുകാക്ക അവിടെ വായിക്കും, അതാരാണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ അവര് ഈ ഒരു വഴി പിൻപറ്റി പോകേണ്ടതുണ്ട്. അതായത് കാരുണ്യത്തോടു കൂടി സമൂഹത്തെ കാണുക. ഇപ്പം ആശ്രയ ചാരിറ്റി കിടപ്പ് രോഗികൾക്ക് കുറേ ഉപകരണങ്ങൾ എന്തോ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അതിപ്പോഴും ഈ പുതിയ കമ്മിറ്റി രൂപപ്പെടുത്തി കൊടുക്കുന്നതാണ്. അതൊക്കെ നിലനിർത്തി മുന്നോട്ട് പോകണം. അല്ലാതെ ഒരു കമ്മിറ്റി കണ്ട് പിരിയുമ്പോൾ അതോടുകൂടി അത് മറന്നിട്ട് ഞങ്ങൾ വേറെ തുടങ്ങുക എന്നല്ല. ഒരു തുടർച്ച, ഒരു കുടുംബത്തിൻ്റെ മഹത്വം. ഇപ്പം പാണക്കാട് തറവാട് 10-20 ഒരു 5-8 തലമുറ നമുക്കറിയാം. ആ ഒരു കാലഘട്ടത്തിൽ അവർ എന്നും സമൂഹത്തിൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുകയാണ്. ആ കുടുംബത്തിനെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സകല പ്രശ്നങ്ങൾക്കും അവരെടുത്ത് പരിഹാരം ഉണ്ടെന്ന് ഗാഢമായി വിശ്വസിക്കുന്ന ഒരു സമൂഹമായി അവരെ ചുറ്റുഭാഗത്തുള്ള വീടുകളും നമ്മളൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. കാരണം അവരുടെ നിലപാടുകൾ വളരെ വ്യക്തമാണ്. വാപ്പ മക്കൾക്ക് കൊടുക്കുന്ന, മക്കൾ കൊടുക്കുന്ന, അതിൻ്റെ താഴത്തേക്ക് കൊടുക്കുന്നതൊക്കെ ഒരേ സന്ദേശമാണ്. സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുക, നല്ലൊരു മനുഷ്യനാകുക, ദയ, അതേപോലെ തന്നെ സത്യസന്ധത, സ്ഥിരോത്സാഹത്തോടു കൂടി മുന്നോട്ടുള്ള പ്രയാണം. അപ്പം നമ്മൾ ഈ
നമ്മൾ ഈ കുടുംബസമിതിയിൽ ഈ സ്ഥിരോത്സാഹത്തോടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു കമ്മിറ്റി അവസാനിക്കുന്നതോടുകൂടി ആ സ്ഥിരോത്സാഹം അവസാനിക്കണില്ല. അവർ എവിടെയാണ് അവർ നിർത്തിവെച്ചത് അതിലുള്ള എല്ലാ നന്മകളും ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യപ്പെടുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു വിനീതമായ ഒരു അഭിപ്രായം പറയാം. പുതിയ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പുതിയ അഭിപ്രായം പറയാം. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചാലഞ്ചുള്ള ഒരു സംഗതി എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഏറ്റവും വലിയ ചാലഞ്ച് ഇന്നത്തെ സമൂഹം അനുഭവപ്പെടുന്നത് മക്കൾ വഴിതെറ്റി പോകുന്നു. മൊബൈലിലൂടെയും അങ്ങനെ പല പരിപാടികളിലൂടെയും അവരെ ബുദ്ധി വളരെയധികം വളരുകയും തന്തക്കും തള്ളക്കും, ഇപ്പം തന്ത വൈബ് തള്ള വൈബ് എന്നാണ് അവർ ഉപയോഗിക്കുന്ന വേർഡ് തന്നെ. അതായത് നമ്മളെ വെറുതെ പറ്റിക്കണ പരിപാടിയാണ്. അവർ ചീത്ത പറഞ്ഞാൽ തന്ത വൈബാണ്, അത് മൈൻഡ് ചെയ്യണ്ട. അവരൊരു ഉപദേശം കൊടുത്താൽ തള്ള വൈബാണ്, അത് മൈൻഡ് ചെയ്യണ്ട. ഈ രൂപത്തിൽ അവർ മറ്റൊരു തലം ലോകത്തിലേക്ക് പോയപ്പോൾ കൂട്ടായി നിന്നിട്ട് ഇതിനൊരു പരിഹാരം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ശക്തമായി ഇടപെടണം. അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ഹൈ ലെവൽ വാല്യൂ ഉള്ള പാരൻറ്റിങ് ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കണം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. നമ്മളെ നാട്ടിൽ നമ്മൾ 500ഓളം സ്ത്രീകൾക്കും 150ഓളം പുരുഷന്മാർക്കും ഒരു പാരൻറ്റിങ് ക്ലാസ് കൊടുക്കുകയും അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വളരെ റിസൾട്ടുണ്ട്. അപ്പോഴാണ് അവർ അറിയണത് ഞങ്ങൾ കുട്ടികളെ കേടുവരുത്തിയിരുന്നു, കുട്ടികളെ കേടുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദി ഞങ്ങൾ തന്നെയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാകും. അങ്ങനത്തെ ഒരുപാട് പദ്ധതി ഉണ്ടാവും. ഞാൻ എൻ്റെ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. വിലപ്പെട്ട ഈ സമയം 10 മിനിറ്റാണ് എനിക്ക് അനുവദിക്കപ്പെട്ടത്. ആ സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുതിയ കമ്മിറ്റിനോട് എനിക്ക് പറയാനുള്ളത്, ഇവരുടെ മഹത്തായ സമ്പ്രദായങ്ങൾ അത് കുറേ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ന്യൂനതകൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ കാണുന്ന ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റാണ്. ഞങ്ങൾ മുൻകാലങ്ങളിൽ ഞങ്ങളൊക്കെ പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് നിന്ന് കുറച്ചും കൂടി ഉഷാറായിട്ട് ഇവർ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ തുടക്കം കുറിച്ച ആളാണ് ആര്? ബാവുവിൻ്റെ സമയത്താണ് ഇവർ വരുന്നതും ബാവുവിൻ്റെ ഇന്ന് ആവേശം ഉൾക്കൊണ്ടിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതേപോലെ വനിതാ വിങ്ങുമായിട്ടും നല്ല സപ്പോർട്ടോടു കൂടി ഇവർ മുന്നോട്ട് പോയിട്ടുണ്ട്. 8 വർഷം വനിതാ വിങ് അചഞ്ചലമായൊരു അത്ഭുതകരമായൊരു മാറ്റം വരുത്തി. വനിതാ വിങ് വരുത്തിയ മാറ്റമാണോ ഇത്രയധികം പെണ്ണുങ്ങൾ തൻ്റെ ഇടത്തോടു കൂടി ഇവിടെ നിൽക്കാൻ കാരണം? അപ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും അതേസമയം സ്വാതന്ത്ര്യം എന്താണ്, അഴിഞ്ഞാടി അടക്കൽ എന്താണെന്നുള്ള തിരിച്ചറിവ് നമ്മളെ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. വാസ്തവത്തിൽ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ചില വിലക്കുകൾ കൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പർദ്ദ ഇടണം എന്നുള്ള ഇസ്ലാമിൽ സ്ത്രീകൾക്ക് കൽപ്പിച്ചൊരു വിലക്കല്ല. ഇസ്ലാമിൽ സ്ത്രീകളെ സുരക്ഷ എന്നുള്ളത് നമ്പർ വൺ പോയിന്റായിട്ടാണ് എടുക്കുന്നത്. സ്ത്രീകളെ സുരക്ഷയ്ക്ക് സ്ത്രീകൾ പർദ്ദ ഇടണം. സ്ത്രീകളെ സുരക്ഷയ്ക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കൂടെ ഒരാളെ പോകണം. അല്ലാതെ ഒറ്റക്ക് അപകടം പിടിച്ച സ്ഥലത്തേക്ക് പോയിട്ട് നാശത്തിലേക്ക് പോയിരുന്ന ഒരു സ്വാതന്ത്ര്യമായിട്ട് കാണാൻ പറ്റൂല. അതൊരു മണ്ടത്തരമായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാതന്ത്ര്യം എന്താണെന്ന് തിരിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അത് അവർക്ക് അനുവദിക്കുകയും അവരുടെ പോസിറ്റീവായുള്ള എനർജി പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്, ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, ഇപ്പോഴത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഒക്കെ അടങ്ങിയ ആ ഒരു ഗ്രൂപ്പ് അവർക്ക് പ്രചോദനം കൊടുത്തതും പിന്നെ അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്ത് വന്നതും കൂടിയിട്ട് ഉള്ള ഒരു റിസൾട്ട് കൊണ്ടായിരിക്കാം. ഷെറീനും എൻ്റെ മകളാണ്. അതേപോലെ തന്നെ പുതിയ പ്രസിഡന്റും പഴയ പ്രസിഡന്റും കൂട്ടായ പ്രവർത്തനം കൊണ്ട് അതുണ്ടായി എന്നുള്ള വലിയൊരു സന്തോഷമുള്ള ഒരു സംഗതി തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഞാൻ എൻ്റെ സമയം കുറച്ചും കൂടി സംസാരിക്കണം എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. കുറച്ചും കൂടി പോയിൻ്റൊക്കെ കൂടുതൽ തലയിൽ വരുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല അത്രയും സമയം അത് ചെലവഴിക്കുന്നത് ശരിയാണെന്ന്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബം ഒന്നിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ തലങ്ങളിലും കുടുംബത്തിൻ്റെ പ്രാധാന്യം, കുടുംബ ബന്ധം നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ നിവേദനം ചെയ്ത ഒരു ഹദീസിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ സമയം എടുക്കുന്നില്ല. അബൂ ഹുറൈറ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞു: ദീനാറുൻ അൻഫഖതഹു ഫീ സബീലില്ലാഹ് വദീനാറുൽ അൻഫഖതഹു ഫീ റഖബത്തിൻ വദീനാറുൻ തസഖത ബഹി ഇലാ മിസ്കീനിൻ വദീനാറുൽ അൻഫഖതഹു അലാ അഹ്ലിക വഅദാജ അജ്റൻ വല്ലദീ അൻഫഖതഹു അലാ അഹ്ലിക. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരാൾ ഒരു ദീനാർ അല്ലെങ്കിൽ ഒരു രൂപ ഒരു പാവപ്പെട്ടവന് കൊടുത്തു, ഒരാള് ഒരു രൂപ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ
യുദ്ധത്തിനോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീന് വിപുലീകരിക്കാൻ വേണ്ടി കൊടുത്തു. ഒരാൾ 1 രൂപ ഒരു മിസ്കീന് സംഭാവനയായി കൊടുത്തു. വേറൊരാൾ 1 രൂപ അയാളെ കുടുംബത്തിൽ നന്മ ചൊരിയാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഇതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കുടുംബത്തിന് നന്മക്ക് വേണ്ടി അവന് കൊടുത്ത 1 രൂപയാണ് എന്നുള്ളതാണ്. അപ്പൊ കുടുംബത്തിന് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുക, അത് സ്വന്തം മക്കൾക്കാണെങ്കിലും പിന്നെ അകന്ന കുടുംബത്തിനാണെങ്കിലും അടുത്ത കുടുംബത്തിനൊക്കെ ആണെങ്കിലും പണത്തിൻ്റെ കാര്യത്തിൽ അത്. പിന്നെ വേറൊരു ഹദീസും കൂടി ഇവിടെ കൂട്ടി ചെയ്യുമ്പോൾ സമയം വൈകും. അത് പറയുന്ന ഇതാണ്, ഒരാൾക്ക് സമ്പത്ത് വേണോ, ഒരാൾക്ക് എന്നും നല്ല ഭക്ഷണം കിട്ടണോ, ഒരാൾക്ക് സമ്പത്ത് വേണോ, സ്ഥിരമായിട്ട് നല്ല ഭക്ഷണം കിട്ടണോ എങ്കിൽ അവൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം കുടുംബങ്ങളിലുള്ള ബന്ധം പൂർത്തിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ ബന്ധങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുൻകൈയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മൾ ഈ കുടുംബ സംഗമത്തിൻ്റെ പ്രത്യേകത അതാണ്. നമ്മൾ ഈ 2 കാര്യത്തിലും സുഭിക്ഷരാക്കി മാക്കുറ്റുമാരുടെ അള്ളാഹു എന്താണോ കൽപ്പിച്ചിരിക്കുന്നത് അത് നമ്മൾ സ്വമനസ്സാലെ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മളെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഖജാൻജിക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാർക്കും പേരെടുത്ത് ഞാൻ പറയണില്ല. അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ, ഇവിടെ വളരെ കഷ്ടപ്പെട്ട് എത്തിയവർക്ക് അതിൻ്റെ ഗുണം കിട്ടുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം, അതായത് ഈ സാംസ്കാരിക പൊതുസമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക് ഉച്ചരിച്ചുകൊണ്ട് നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.